ശബരിമലയിൽ ദർശനം നടത്താൻ ശ്രമിച്ചു മടങ്ങിയ ബിന്ദു തങ്കം കല്യാണിയുടെ മകളുടെ സ്കൂൾ വിദ്യാഭ്യാസം പ്രതിസന്ധിയിൽ. സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് 6ാം ക്ലാസ്സുകാരിക്ക് വിദ്യാലയങ്ങൾ പ്രവേശനം നിഷേധിക്കുന്നു. അധ്യാപകരുടെയും സ്കൂൾ അധികൃതരുടെയും ഭാഗത്തുനിന്ന് അധിക്ഷേപം മൂലം നിലവിൽ പഠിക്കുന്ന വിദ്യാലയത്തിൽ നിന്ന് ഒരു മാസത്തിലധികമായി കുട്ടി വിട്ടുനിൽക്കുകയാണ്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിൽ ദർശനം നടത്താനായി പമ്പ വരെ എത്തി മടങ്ങിയ ബിന്ദു തങ്കം കല്യാണിക്കെതിരെ സംഘപരിവാർ പ്രതിഷേധിച്ചിരുന്നു. അധ്യാപികയായ ഇവർ അഗളിയിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്ഥലം മാറിയെത്തിയതിനു ശേഷം സ്കൂളിന് മുന്നിൽ നാമജപ പ്രതിഷേധവും നടത്തിയിരുന്നു. മകളെ ഇതേ സ്കൂളിൽ തന്നെ 6ാം ക്ലാസ്സിലാണ് ബിന്ദു തങ്കം കല്യാണി ചേർത്തത്. എന്നാൽ സ്കൂളിലെ അധ്യാപകരടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾ വേദനിപ്പിക്കുന്നുവെന്ന് പരാതി പറഞ്ഞ് മകൾ ഒരു മാസത്തോളമായി സ്കൂളിൽ പോകുന്നില്ല. ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് കൊണ്ടാ പറഞ്ഞു. അപ്പം അന്ന് അവിടെ ഉള്ള ക്ലാസ്സിലുള്ള കുട്ടികളോടും സ്കൂളിലുള്ള കുട്ടികളോടും എത്രയോ കുട്ടികളോട് ഞങ്ങൾ ചോദിച്ചു ഒരു പ്ലേറ്റ് തരുമോ എന്ന്. പക്ഷെ ആരും ഞങ്ങൾക്ക് പ്ലേറ്റ് ഒന്നും തന്നില്ല. അവസാനം താഴെ പോയിട്ട് ഞങ്ങൾ കഴിക്കുന്നത് കുറേ ലേറ്റായി. പിന്നെ മറ്റേ കറിപ്പാത്രത്തിൻ്റെ ഒരു അടപ്പ് കിട്ടി, അതിലായിരുന്നു കഴിച്ചത്. ഇതിനെ തുടർന്നാണ് ബിന്ദു തങ്കം കല്യാണി മകളെ ആനക്കട്ടിയിൽ തമിഴ്നാട് അതിർത്തിക്കുള്ളിലുള്ള സ്വകാര്യ വിദ്യാലയത്തിൽ ചേർക്കാൻ കൊണ്ടുപോയത്. ആദ്യഘട്ടത്തിൽ കുട്ടിയെ ചേർക്കാമെന്ന് സ്കൂൾ അധികൃതരും സമ്മതിച്ചു. എന്നാൽ ക്ലാസ്സിൽ ചേരാനായി പോയ ദിവസം സംഘപരിവാറുകാർ സംഘടിച്ചെത്തുകയും ഇതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ കുട്ടിക്ക് പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു. സ്കൂളിനകത്തും പുറത്തുമൊക്കെ കുറേയധികം ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഭീഷണിപ്പെടുത്തലുകളും അവരുടെ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു 100-300 കുട്ടികൾ അവിടെ വേറെ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് എന്താ പറയാൻ പറ്റുക, നമ്മുടെ ഒരു കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് അവരുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സ്കൂൾ അന്തരീക്ഷം തകർക്കാനായിട്ട് ആരും അങ്ങനെ പെട്ടെന്ന് തയ്യാറാവില്ലല്ലോ. ഭീഷണി മൂലം കേരളത്തിനകത്തും പുറത്തും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബിന്ദു തങ്കം കല്യാണിയുടെ 6ാം ക്ലാസ്സുകാരിയായ മകൾ. മീഡിയ 1 പാലക്കാട്.